നോക്കൂ, രാവിലെ 6 മണി. അടുത്ത ദിവസം അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവരും വന്നു. ഇനിയിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ മാറ്റണോട്ടോ. ഇവിടുന്ന് ഓരോന്നായിട്ട് പരിപാടികളുണ്ട്. ഞങ്ങളൊക്കെ എണീറ്റ് റെഡിയായി. ലിബിന് ഇതാ മോക്ക് കഴുകി, ലിബിനും റെഡിയായി. കാശ് നോക്കൂ, ഏതാനും നിമിഷങ്ങൾക്കാവും നമ്മുടെ പരിപാടി തുടങ്ങും. ഏതാനും നിമിഷങ്ങളിൽ തുടങ്ങൂല ചേട്ടാ? ആ കൈസ് 5 മിനിറ്റുള്ളിൽ തുടങ്ങും കേട്ടോ. ലിബിന് ആ ബെൻസിന്റെ താക്കോലും എടുത്തു തന്നടാ. ഓരോ വണ്ടിയായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എൻ്റെ വണ്ടി മാറ്റട്ടെ. ഏതാനും നിമിഷങ്ങൾക്കാവും പരിപാടി തുടങ്ങും. അറിയോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പരിപാടി തുടങ്ങി. കോസ്റ്റ്യൂം മാറുന്നു. അത് തന്നെ കാരണം രാവിലെ ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആവുള്ളൂ. ഇല്ലെങ്കിൽ ദിവസങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. വേറെ കാര്യമുണ്ട്, ഇന്ന് ചെറിയ ഷൂട്ടിംഗ് ഉള്ള കാരണം ആളെണ്ണം കുറവ് ഇന്നലത്തെ അപേക്ഷിച്ച്. ഇനി കൂടിക്കൊണ്ട് വരും. ഇനിയുള്ള ഷൂട്ടിങ്ങിനുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ മാറി കേട്ടോ. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ട് ഡയറക്ടറാണ് ഇന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ. പുള്ളി പക്ക കേട്ടോ, അല്ലേ? സൗണ്ട് പോയി അന്നപ്പോ എന്നാന്ന് വെച്ചാല് ഫുക്രു ഡീലിങ് മാത്രമേ ഉള്ളൂ. എന്നാ മറ്റേ പുള്ളിക്കാരൻ ഓളിട്ട് ഫുള്ള് സൗണ്ട് പോയില്ലേ. ഇപ്പൊ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പുള്ളിക്കാരനാണ് മറ്റേ സംഭവങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമ്മൾക്ക് അതിൽ സീൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡ്രസ്സ് മാറി നമ്മൾ വേഗം റെഡി ആയി നിൽക്കും. നിങ്ങൾ സീനല്ലേ ഉണ്ട്. അപ്പൊ ഞാൻ എനിക്കിന്ന് റൂട്ടീന് സീൻ ഉണ്ടെന്നേ. ഇന്നലത്തെ റൂട്ടീത്തെ സീന് മാറ്റി ചെയ്യണമെന്ന് അവിടെ പെട്ടു, അല്ലേ? ഓ ഗായ്സ്, എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വർക്ക്ഷോപ്പ് കാലിയായി കൊടുക്കണം. അല്ലെ വർക്ക്ഷോപ്പിന്റെ പരിപാടിയും കാര്യങ്ങളൊന്നും നടക്കൂല. എവിനാണ് രാവിലത്തെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അത് നജീബിക്കും മൈക്ക് വെക്കുന്ന നോക്കി. ഇന്നിവിടെ വർക്ക്ഷോപ്പിലുള്ള അത്യാവശ്യം എല്ലാവർക്കും നല്ല അടിപൊളി റോളുണ്ട് കേട്ടോ. ഗായ്സ്, ഇന്നത്തെ ആദ്യത്തെ ഷോട്ട് എന്ന് വെച്ചാൽ ഇവന്റെ ഷോട്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഇവനോട് റെഡി ആയിട്ട് നിന്നിട്ട് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടോ സംഭവം. രണ്ടുപേരും കൂടി ഇങ്ങനെ ഇതാക്കുന്നു. മറ്റേ പുള്ളിക്കാരൻ നോക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന നോക്കി. നജീബിക്കാണ് ഏതും പറഞ്ഞിട്ട് ഇപ്പം മറ്റേ ഉള്ളി നിരത്തിടാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം മൈക്ക് അങ്ങനത്തെ സംഭവം എല്ലാ ചേട്ടന്മാരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നോക്കി, അവര് സ്റ്റാർട്ടിംഗ് ഒക്കെ ഇന്ന് എന്നെ സംബന്ധിച്ച് ട്രയലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അകല് വയ്ക്കുക എല്ലാവരും സ്പോട്ടിലുള്ള അടിയോ കേട്ടോ. ഓ ഗായ്സ്, ഇപ്പം ഡയറക്ടർ പക്കായിട്ട് ഇറങ്ങിയല്ലേ? ആണോ? ആർക്കൊക്കെയാ അടുത്ത ഷോട്ട് പാവം പ്രതീക്ഷേട്ടൻ നിൽക്കുന്ന നോക്കിയ. ഓ പ്രതീക്ഷേട്ടാ, ഓട്ടോ ഉണ്ടാവുമോ? ആണോ? മുമ്പിച്ചല്ലേ? തരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പിടിച്ചെടുത്തിട്ടുള്ളതാ. ഇവനെല്ലാ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ, എനിക്ക് ക്യാരക്ടറിനെ കിട്ടിയ കാരണം ഇവിടെ ഇരുന്നേ പറ്റൂ. ഷൂട്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാനിവിടെ കഴിഞ്ഞ 7 ടേക്ക് പോയോ? ഇന്നലെ 15 ടേക്ക് പോയ എന്നോടാണോ പറയുന്നത്? 27 ഞങ്ങൾ എന്നീതാ 21 പുറത്തെ ഷോട്ട്. ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റൂലെന്ന് ഞാനിപ്പോ എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിൽക്കാനാ. അതുകൊണ്ട് ഞാൻ മുഖ എക്സ്പ്രഷൻ അല്ലേ ഉള്ളൂ. അല്ലല്ല, ഡയലോഗ് ഉണ്ടോ? പിന്നില്ലേ? ആണോ? സംഭവം ഉണ്ട് കേട്ടോ. ഇത് നോക്കി, ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറമാനും എല്ലാ സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും കേട്ടോ. എല്ലാ കാര്യങ്ങളും പിന്നെ ആ വണ്ടി മാറി വണ്ടി ട്രെയിനിങ് വെച്ച് അതാ ഫുക്രു റൈഡിനകത്തുണ്ട്. അല്ല, നമുക്ക് ഓട്ടോറിക്ഷ മാറ്റാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഓട്ടോയ്ക്കുള്ള പ്രശ്നമാണ്. 12 മണിക്കൂറായി സംസാരിച്ചിരിക്കുന്നത്. ഓട്ടോ മാറ്റിയിടാൻ സമ്മതിക്കൂല ഫിക്രു. മറ്റേ ചാനാണ് ഓട്ടോ മാറ്റി തീർക്കണം. താങ്കൾ ഇങ്ങോട്ട് വരണ്ട, അവിടെ പോയി നിന്നു. താങ്കളുടെ അഭിനയം സൂപ്പറാണ്. അടുത്ത ഷോട്ട് എന്താ റൂട്ടീൻ മേടിച്ചിട്ട് 2 വർഷം മാത്രമേ പോയി. ഡയലോഗ് എല്ലാം പറഞ്ഞോളൂ. അത് മൊത്തം ഒറ്റേക്കിന്റെ കാര്യം പറയുന്നത്. വണ്ടി പോയടന്നിട്ട് അവിടുന്ന് തൊട്ടെന്ന് തോന്നും. അതായത് ഞാൻ ഉദ്ദേശിച്ചില്ല, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ അതിർത്തി കൊണ്ട് അല്ല അവിടെ കഴിഞ്ഞ് ഇവര് അകത്തോട്ട് ഓടുന്നിട്ട് വേണം. ഓ ഗായ്സ്, പ്രതീക്ഷേട്ടൻ എബിനെ രാവിലെ തന്നെ എന്തോ ചെയ്യുന്നു. ഗായ്സ്, ഇന്ന് രാവിലെ നല്ല ക്ലാസ് ആണല്ലോ. അറ്റൻഷൻ അവർക്കൊരു ധാരണ കിട്ടുമല്ലോ. ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോ എന്റെ സീൻ വന്നു. നിങ്ങൾക്ക് സീൻ ഇല്ലെന്ന് അതിന്റെ അകത്ത് സൗണ്ട് സംഭവം വല്ല മനസ്സിലായോ? ഇങ്ങനെ നിങ്ങൾക്ക് കഥാപാത്രം ഇച്ചിരി ഭയങ്കര ഒച്ച കുറവ്. പ്രതീക്ഷേട്ടൻ പടമായി
ഇന്നലെ 2 മണി 2:30 ആയില്ലേ കിടക്കുമ്പോ ആ 6 മണിക്ക് എഴുന്നേറ്റോ. ആ എങ്ങനെ ഒരു മനുഷ്യന് കുറച്ച് എന്നിട്ട് വന്നാ പറയാ ആക്ഷൻ കട്ട് പറഞ്ഞ കണ്ണു തുറക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പ്രതീക്ഷേട്ടാ നിങ്ങളുടെ സീൻ എന്ന് വെച്ചാൽ ഇവിടെയാണ് അവിടെയല്ല. അല്ല വരട്ടെ, അത് വരെ കുറച്ച് നേരം ആവാം, കുറച്ച് നേരം. റിഹേഴ്സൽ നടക്കുന്നു. ഡിസ്റ്റർബ് ചെയ്യല്ലേ, ആർട്ടിസ്റ്റുമാരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. അല്ല വേറെ കാര്യമുണ്ടെന്നേ. കുറെ ആൾക്കാർ കൂടി ഷോട്ട് എടുക്കുമ്പോ എന്താ സംഭവം? അങ്ങനെ കട്ട് ചെയ്യില്ല, സിംഗിൾ ആയിട്ട് വരുന്നത്. അവസാനം എന്റെ അടുത്ത് വരും, ഞാൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്നേ തൊട്ട് പിന്നെയും അല്ല അങ്ങനെയല്ല ചേട്ടാ, സിംഗിൾ ഷോട്ട് അങ്ങനെയാണ്. അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയണത് ഇനിയിപ്പോ റെഡി ആയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇപ്പൊ പല പ്രാവശ്യം തെറ്റിക്കാൻ നോക്കി, ബാക്കിയുള്ളവരെ കറക്റ്റ് ആയില്ലല്ലോ, മറ്റുള്ള 21 ടേക്കൊന്നും ആയില്ലല്ലോ. അല്ല അവിടെ കട്ട് ചെയ്യുന്നു. അത് എനിക്കിട്ട ഒരു കുത്താണല്ലോ. എപ്പോഴും തന്നെയാണല്ലോടാ, അവൻ അഭിനയിച്ച് പഠിക്കണല്ലോ, അവനെ ഞാൻ കളിയാക്കി. കുട്ടിയാണ്. അല്ല ഇനി കളിയാക്കി ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കും മതി ചേട്ടാ. അല്ല എന്റെ പയ്യനെ കളിയാക്കരുത്. ഞങ്ങൾക്ക് രണ്ടുപേരും മാറി നിന്ന് കളിയാക്കാം. റൺ ബേബി റൺ, റൺ ബേബി റൺ, റൺ ബേബി റൺ. ഓടിയോ? എന്റെ പൊസിഷൻ ഇതാ. നിന്റെ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടിക്കോ, അതായിരിക്കും നല്ലത്. എബിനാ റൺ ചെയ്ത് പോയതിനു ശേഷം ഇവരെ ഉഷാറായി 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 ഉഷാറായി. കൈയോട് 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 ഉഷാറായിട്ടോ, പൊളിച്ചേട്ടാ. രാവിലത്തെ പോലെ അല്ല കേട്ടോ, ഉഷാറൊക്കെ മാറി അല്ലേ അല്ലേ. നിങ്ങളെ പിടിച്ച് നമ്മളെ രണ്ടും പിടിച്ച് ഇതിന്റെ അപ്പുറത്തോട്ട് ചട്ടിയിലോ. സീരിയസ് ആക്കി അവന് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ നിങ്ങൾ എന്റെ ദേഹത്തോട്ടെ വീണേ. അപ്പുറത്ത് വല്ല വീട് ഏയ് അത് ആക്രിക്കട, നിങ്ങൾ എടുത്തിട്ട് വല്ല പൊള്ളാച്ചും കൊണ്ടുപോകും. ആവശ്യമില്ല സാധനമല്ലേ നിങ്ങള്. അത് കറക്റ്റ് ആയിരുന്നു, ഭയങ്കര ശബ്ദത്തോട് കൂടി പെട്ടേതാ കേട്ടതേ. കുഴപ്പമില്ല, ഇനി ഞാൻ അത് നോക്കി ഒറിജിനാലിറ്റി അതന്നെ സത്യം കേട്ടോ, ഒറിജിനാലിറ്റി. അങ്ങനെ ഒറിജിനലി അഭിനയിക്കാൻ പറഞ്ഞിട്ട് അഭിനയിക്കണേക്കാൾ നമ്മള് റിഹേഴ്സൽ എടുക്കുക അല്ലെങ്കിൽ ക്യാമറ ഇല്ലാണ്ട് ചെയ്യില്ലേ, അപ്പൊ ഓക്കെ ഈ ക്യാമറയുടെ മുന്നിൽ വരാൻ നേരത്തെ ഒരു പതർച്ച നോക്കുമ്പോ ഓട്ടോമാറ്റിക്കലി കയ്യിൽ നിന്ന് പോവാന്ന് സാധനം. നോക്കട്ടെ, അത്ര നോക്കിയേ, അത്ര ഇതിൽ ഫോഴ്സിലുള്ള തള്ളല് വേണ്ടാട്ടാ. എബിനെ അത്ര ഫോഴ്സിൽ തള്ളിയിട്ടുണ്ട് പുള്ളിക്കാരൻ പൊള്ളാച്ചി എത്തും കേട്ടോ. ആ വായിച്ചാക്കുവാ ഒരു തള്ളലിന്റെ പ്രശ്നമായിട്ട് നിങ്ങൾ കണ്ട് കഴിഞ്ഞില്ല. തള്ളലിന്റെ എന്ത് പണ്ടാറാണ് ഇപ്പൊ അഭിനയിച്ചതാണെന്ന് റീൽ അഭിനയം ഈ കാണിക്കണേന്ന് അത്രല്ലേ വേണ്ടു. അല്ല വേറെ കാര്യമുണ്ട്, ഇവൻ യഥാർത്ഥമായിട്ട് അഭിനയിച്ചു തുടങ്ങിക്കൊണ്ടിട്ട് അവന് യഥാർത്ഥമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. ആ ശരിയാ, തല്ലൊക്കെ ഇപ്പൊ എനിക്ക് കിട്ടിയില്ലേ, ഞാൻ അങ്ങോട്ട് പോയി പഞ്ചറായി. ഞാനും അതിന്റെ സ്ട്രോങ്ങിൽ നിൽക്കണം, അല്ലാണ്ട് സാധാ പോലെയുള്ള കളി ഇല്ല കേട്ടോ. ഓ ഗായ്സ് ഇവർക്ക് ആവേശമായി കേട്ടോ. ഓ ഗായ്സ് ഇവർക്ക് ആവേശമായല്ലോ പ്രതീക്ഷേട്ടാ. ആവേശം ആവേശം. ടെക് 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 വൺ മോർ വൺ മോർ വൺ മോർ. ബേക്കിന്ന് പറയാൻ എന്ത് സുഖമെന്നറിയാവോ, അവിടെ ചെല്ലാം അഭിനയിക്കുമ്പോഴാണ് പാടുപെടുന്നത്. ആണോ ഡയറക്ടർ എളുപ്പം. ശരിയാ, അടുത്ത എപ്പിസോഡ് ഇട്ട് നമുക്ക് ഡയറക്ടർ ആവും. ഓട്ടോറിക്ഷ പോയി കഴിയുമ്പോ നിങ്ങൾ കണ്ട് ഇവിടെ ഇന്ന് മെഡിക്കൽ കോളേജ് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്നേ. ഇന്ന് മെഡിക്കൽ കോളേജ് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്നേ. അടുത്ത ഡയലോഗ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കട്ടോ. നമുക്ക് കുറച്ച് ഇതായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഒരു പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പോയിട്ടോ. അതായത് രാവിലെ 6 മണിക്ക് ഷൂട്ട് തുടങ്ങുന്നത്. ചില സാങ്കേതിക ഡയലോഗ് ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി തുടക്കട്ടെ കേട്ടോ. ചില സാങ്കേതിക തകരാറ് മൂലം ഇന്ന് രാവിലെ ഷൂട്ടിംഗ് നടന്നില്ല. അതുകൊണ്ട് ഷൂട്ടിങ്ങിന് തകൃതിയായി നടക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഞങ്ങൾ എല്ലാവരും. നിങ്ങളുടെ ഷൂട്ട് ഒറ്റയടിക്ക് തീർന്നു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ പരിപാടിയും തീർന്നു. ഞാൻ കുളിക്കട സംസാരിക്കുന്നത് ഞാൻ എന്റെ സാധനം ചേട്ടാ, നമ്മൾ ഇനിയും തറക്കൂലേ? ചേട്ടനെ വീഡിയോയില് 15 മിനിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ പൈസ തരണ്ടെന്ന് കേട്ടോ. ഞാൻ 15 മിനിറ്റ് ഒപ്പിക്കുക അല്ലേ? അയാളൊന്നും അല്ല കേട്ടോ പ്രൊഡ്യൂസർ. ഞാനാ എന്റെ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാവരും ആ 3500 നിങ്ങൾക്ക് കപ്പടിച്ചു. 3500 കപ്പടിച്ചു. പാന്റ് നോക്കി ചേട്ടന്റെ ഞങ്ങളുടെ ക്യാമറമാൻ കേട്ടോ. ഞങ്ങളെ ചെറിയൊരു സാങ്കേതിക അതല്ല, ഞങ്ങള് രാവിലെ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു 6 മണിക്ക്. അപ്പൊ ചെറിയൊരു സാങ്കേതിക തകരാറുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 9 മണി വരെ ഷൂട്ടിംഗ് നടന്നില്ല. അപ്പൊ നമ്മള് ഇപ്പം പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടി പോവാണ്. ഭക്ഷണം പറഞ്ഞു ടോണിയോട് പറ. എന്തെല്ലാം പറ
എല്ലാ ദിവസവും ചിക്കനും മട്ടനും കഴിച്ച് പ്രൊഡ്യൂസർ ആകെ തകർന്നു. തകർന്നിരിക്കുക. അതെ, ഇന്നലെ ഇവനെ എനിക്ക് ഈ വെള്ളം കുടിച്ച് ഉഷാർ കിട്ടുമെന്ന് പറഞ്ഞ സൂപ്പറായിട്ട് ആണ് എടുത്ത് കുടിച്ചേ ഇവൻ. അത് പട്ടിയാറായിരിക്കാൻ വേണ്ടി വെച്ചാൽ സാധനമാണ്. എനിക്കറിയില്ല കേട്ടോ. ഇന്നലെ രാത്രിയിൽ മറ്റേ നടൻ വന്നില്ലേ, ഒരു നടൻ നമ്മുടെ വണ്ടി വന്നായിരുന്നല്ലോ. അപ്പൊ ഇവൻ പറഞ്ഞായിരുന്നു എന്നോട്, ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉഷാർ കിട്ടുന്നു. അത് ഈ വെള്ളം കേട്ടോ, അത് സൂപ്പറായിട്ടാ. ദൈവത്തിനറിയാം കേട്ടോ. സെറ്റായോ? അവള് വരുന്നു. നിങ്ങളാ എന്റെ ഫോക്കസ്. നിങ്ങളെ 15 മിനിറ്റ് പിടിച്ച പൈസ തരണ്ട നിങ്ങൾ പറഞ്ഞേ. നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങാ. പ്രതീഷ് ഇന്ന് തന്നെ ഷൂട്ട് തീരും. ഓക്കെ, ഒന്നും കൊണ്ടും പഠിക്കണം. പ്രൊഡ്യൂസറാണ് പറയുന്നത്. ഇല്ല, ഞാനുണ്ടല്ലോ, നിങ്ങൾ സംഭറിഞ്ഞില്ലല്ലോ. എടാ ഫിക്രു, നമ്മള് മറ്റേ ഇവിടെ എറണാകുളത്ത് കുറ്റി അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. മറ്റേ കുറ്റിയില്ലേ? എടാ കുറ്റിയില്ലേ? എടാ കുറ്റിയില്ലേ, മറ്റേ കുറ്റി. പണ്ട് നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുന്നത് 10 രൂപയുടെ മറ്റേ സമ്മാനം കിട്ടുന്ന കുറ്റി അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ആ കുറ്റി തരും. നിങ്ങൾ പിരിച്ച് പ്രൊഡ്യൂസറിന് പൈസ ഉണ്ട് തിരിച്ചു തരണം. ഫിക്രുവിന്റെ സൗണ്ട് പോയി. ഏകദേശം അപ്രോക്സിമേറ്റ് വേറെ ഒന്നും വിളിക്കണ്ട. കൃഷ്ണൻകുട്ടി, കൃഷ്ണജീവ് അല്ലേ? നജീബ്. കൃഷ്ണനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതിന്റെ ഒരു പിന്നെ ഗൈസ്, പിന്നെ വേറെ കാര്യം ഉണ്ടോ, ഇന്ന് അവന്റെ തൊണ്ട വയ്യാത്തോണ്ട് എന്തിട്ട് കുത്തിയാലും കാര്യമൊന്നുമില്ല. പറയാം ചേട്ടാ, ഞാനിന്ന് പാരഷൂട്ടിന്റെ ഒരു ബോട്ടിൽ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട്. തേക്കാൻ ഒരിഞ്ഞു പൊട്ടുക. സത്യം. ഏയ് അങ്ങനെയല്ല, നമ്മള് ഭാവിയല്ല, നിങ്ങളാ ഭാവി. ചേട്ടൻ അടിയുന്ന ലുക്ക് എടുക്കട്ടെ. ഗൈസ്, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫുഡിന് പറയാം. വെജ് ആണോ എല്ലാവർക്കും വേണ്ട, അല്ലെങ്കിൽ നോൺ വെജ് ആണോ? കോ പ്രൊഡ്യൂസർ എന്ത് പറയുന്നു അത് പ്രൊഡ്യൂസർ കേൾക്കണമെന്നാണ് ശാസ്ത്രീയപരമായി ഇതിന്റെ അത് നിയമം. എല്ലാവർക്കും പഴംപൊരിയും ബജ്ജിയും കൂമ്പി. നോക്കൂ, ഭക്ഷണം വന്നു. എല്ലാരും ഭക്ഷണം കഴിക്കാട്ടോ. ഞങ്ങളും കഴിച്ചു. പൊറോട്ട അല്ലല്ലോ, മൂലപ്പോ എന്ത് ചേട്ടാ. ബാക്കി അതേ ഉള്ളു കേട്ടോ. ഇനിയിപ്പം ആക്ടർ വന്നു കഴിഞ്ഞാൽ പരിപാടി തുടങ്ങും കേട്ടോ. ആക്ട്രസ് അല്ലേ? ഞങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഡ്രോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടോ. ആദ്യം നമ്മൾ ഫാൻഡം ആണ് എടുത്തത്. ഫാൻഡം ശരിയായില്ലല്ലോ ചേട്ടാ. വാട്ട് ഈസ് ദ പ്രോബ്ലം ഓഫ് ഫാൻഡം? അതാണ് സംഭവം. പുള്ളി ഇത് പുറത്ത് പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്നാ ഡയലോഗ് ഉണ്ടോ? വാ ഗൈസ്, നമുക്ക് ഷൂട്ടിംഗ് അടിച്ചത് പെൻഡിങ് ആയിപ്പോട്ടോ. കാരണം ഒരു ആക്ടർ വരാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫാൻറ്റോ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. ആദ്യം ഒന്ന് എടുത്ത് പറത്തി നോക്കി, കാര്യങ്ങൾ നടക്കുന്നില്ല. ആളുകൾ എത്തി, എല്ലാവരും ചടപടഞ്ഞ് എണീറ്റു. എല്ലാവർക്കും ചെറിയൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ എല്ലാവരും ഞെക്കി നോക്കും കേട്ടോ. ചേട്ടൻ ഞെക്കി നോക്കി കഴിഞ്ഞു. ഒന്ന് ലെൻസ് ഇടുന്ന കേട്ടോ. ലെൻസ് ഇടുന്ന സംവിധാനം കാണും. ലെൻസ് അല്ല, ഫിൽറ്റർ. അതായത് ഓവർ വെട്ടം വരുന്നുണ്ടല്ലോ ചേട്ടാ, കട്ട് ചെയ്തെടുക്കുന്നത് ആ സംഭവങ്ങളാട്ടെ കാണുന്നത്. ആ സാധനം എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കും കേട്ടോ. സംഭവം റീഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഞങ്ങൾ കുറെ പുള്ളിയുടെ നെഞ്ചത്ത് വെച്ച് കൊടുത്തു. തുടങ്ങാം. ഇക്കടെ ഫോൺ പോയിട്ടോ. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇവിടുന്ന് ഇപ്പം വരുന്നത്. പറ്റുമോ? എന്തെങ്കിലും കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ഒരു കാര്യമല്ലേ? ആയിക്കോട്ടെ അല്ലേ? കാശ് നോക്കൂ, പാവം പ്രതീക്ഷ അതിനിടയ്ക്ക് ഒരു കച്ചവടം നടത്താൻ നോക്കട്ടെ. എല്ലാം ഊമ്പി പോവാ. കിട്ടിയോ? കാശ് നോക്കൂ. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നജീബിക്കടെ ഫോൺ പോയി. ഗാലക്സിയോ? S24. അതിന്റെ മെയിലൈഡി ഉണ്ട്, അത് എവിടെയുണ്ടെന്ന് അറിയാൻ പറ്റൂലോ. നോക്കസ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എടുക്കും. മൈക്കിന്റെ ചേട്ടൻ എല്ലാവരും വന്ന് പിടിച്ചു നോക്കുന്നുണ്ട്. എനിക്കിപ്പോ ഇത് അവിടെ സംസാരിക്കാൻ ഇച്ചിരി വിഷമമുണ്ട്. അതല്ലല്ല, നേരത്തെ പണങ്ങിപ്പോയി.
ലിബിനാണ് ഇനി പുതിയതായിട്ട് അഭിനയം പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്, കുറച്ച് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടത്തി. എന്താ ശരിയാവുള്ളൂ. ഇന്നലെ എത്ര വെയിലില്ല, ഇന്നത്തെ വെയില് ഓട്ടോറിക്ഷക്കാരൻ തളർന്ന് വീഴും മിക്കുവാറും. അതെ, പിന്നെന്താ, ഇങ്ങനെ വേണം മുഖം ഇടയ്ക്കിടയ്ക്ക് ഒപ്പി കൊടുക്കണം കേട്ടോ. ഇന്നത്തെ ഷൂട്ടിങ് ഭയങ്കര അലമ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചയാവാറായി, നമ്മൾ ഇതേപോലെ ഒറ്റ ഷോട്ട് പോലും എടുത്തിട്ടില്ല. ഉച്ചയായി സംഭവം. ദിവസം ഫുള്ള് വെറുതെ നിന്നതിന് തുല്യമായി അല്ല. ഇതേപോലെ ഒരു ഷോട്ട് പോലും പോയിട്ടില്ല നമ്മൾ. ഇന്നത്തെ ദിവസം വെറും മോശം കേട്ടോ. അല്ല, എന്താണെന്നറിയാമോ, ഈ നമ്മൾ കേട്ടതും അനുസരിച്ച് നോക്കുകയാണെന്നില്ല, സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഫോണും പോയി. ഇനിയിപ്പോൾ ഞാൻ എന്ത് വെച്ച് ഞാൻ വീഡിയോ എടുക്കും. എനിക്ക് എന്റെ ലിബിൻ ചേച്ചി എന്റെ വണ്ടിയിൽ അവിടെ അഭിനയം നടക്കുക. എന്നെ വീട്ടിൽ കയറ്റിയെന്നുള്ള സംശയം. വേറെ കേസുണ്ട്. ഞാനൊരു കുട ചോദിച്ചിട്ട് അവര് തന്നില്ല. ഇപ്പൊ കുടയൊക്കെ എവിടുന്ന വരുന്നതെന്ന് അറിയത്തില്ല. ട്രയൽ അടിച്ചോ, ഒന്നും നോക്കണ്ട. ട്രയൽ പഠിച്ചോ. നായികനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയലോഗ്സ് മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ സംഭവം ഡീറ്റെയിലായി പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? നമ്മൾ ഡയറക്റ്റ് കുടച്ചോട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ശബ്ദമൊക്കെ പോയി കിടക്കുക. അതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഇവിടെ ആക്റ്റീവായി ഫുള്ള് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കണം. ലൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശബ്ദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫുൾ ആക്റ്റീവാണ്. ഇക്ക ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഫോൺ കിട്ടും കേട്ടോ, ഒരു പേടിയും വേണ്ട. ഫോൺ കിട്ടും, ഇക്ക ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഭാവത്തിൽ ഫുൾ ടെൻഷൻ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോൺ പോയത് നന്നായി. കാരണം ചിത്രി കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷമാവുകയും ചെയ്യും. ഇപ്പോൾ ഒരു ഫീലിങ്സ് അടിച്ച് നിൽക്കുന്നത് അത് വിഷയമില്ല. ആ ചേട്ടൻ നമ്മുടെ അടുത്ത ഗുണ്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളതാണ്. അതെ, ചിരിക്കാൻ പറ്റില്ല. ഗുണ്ടകൾ എപ്പോഴും ആ കലിപ്പ് ഭാവം മുഖത്ത് നിലനിർത്തണം. അല്ല, അത്രയും മതി. അപ്പൊ കട്ടക്ക് കട്ടാണ് എല്ലാവരും. ഷോർട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഇതെന്താ ഇങ്ങനെ പാടില്ലേ? സത്യം പറയും നീ. ഞാൻ ചോദിക്കണത് നായിക്ക് മറ്റേ ഇത് പിടിച്ചു കൊടുക്കണ ഇല്ല. ഞാൻ പറഞ്ഞിട്ട് പോയി. എനിക്ക് അഭിനയ പ്രാധാന്യം. എന്തായാലും നോക്കാം. ഇത്തിരി പൊടിയായിട്ടുണ്ട്. വില്ലന്റെ മേത്തും കുറച്ച്, അതൊന്നും പ്രശ്നമില്ല. അതാ, പക്ഷെ വില്ലന്മാരൊക്കെ ചിരിക്കുകയാന്നേ ക്യാമറ കാണുമ്പോ. ഇത് അതന്നെ എല്ലാം വരും. ഫുൾ ആക്റ്റീവാന്ന് പറഞ്ഞിട്ട് ഞാൻ പൊരിക്കാന്ന് പറഞ്ഞേക്കണേ. അല്ല, ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട വെരി നൈസ് ആൻഡ് ഗുഡ് ബോയ്. നോ ലേബർ കോസ്റ്റ്. ഹി വാണ്ട് ലേബർ കോസ്റ്റ്. അപ്പോൾ ഈ പ്രാവശ്യം മറ്റേ സിനിമയിൽ പറയണ പോലെ ക്യാമറയും ഓടും അല്ലേ? ആ, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ സ്റ്റാർട്ട് ആവും കേട്ടോ, വെയിറ്റ് ചെയ്യേ. ഡാ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടൻ്റെ ഒക്കെ മുഖം ഒപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നത്, നിന്റെ മുഖത്ത് കെട്ടാൻ വേണ്ടിയിട്ടല്ല. എനിക്കറിയില്ല, എഴുതാനും വായിക്കാനും അറിയില്ലാത്ത ആളുടെ കയ്യിൽ ഒരു കുത്ത്. അതാ പറഞ്ഞ ഒരു കുത്ത് പേപ്പറൊക്കെ ആയിട്ട് നിൽക്കണം. ആർക്കറിയാം, ഡെക്കത്തള്ളാനാണോ എന്തിന്റെ പരസ്യം ചെയ്തോണ്ടിരിക്കാണ് എന്റെ ക്യാപ്പില്. അങ്ങനെയല്ലടാ, ഇങ്ങനെയാണ്. നോക്കാം. ഒരു 6 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. ഓ ഗായ്സ്, നോക്കി അവസാനം യഥാർത്ഥ ഷൂട്ട് കൂടാ. ഓട്ടോഷോ സ്റ്റാർട്ട് ചെയ്ത് തരണമെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. വല്ല അറിയാവോ ഇക്ക? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലോ ഒന്ന് പെപ്പ വെച്ചാൽ വെയിലുള്ളൊരു പരിവായി. എനിക്ക് എന്റെ മൊബൈൽ പോയെന്നേ. നമുക്ക് തപ്പ കിട്ടും. അത് പിന്നെ മേലടി വെച്ച് നമുക്ക് പിടിക്കാതെ. ഞാൻ മറ്റേ റോണിസിനെ വിളിക്കാം. അല്ല, റോണിസിനെ വിളിക്കാം, അവൻ കണ്ടുപിടിച്ച് തരും. ഓ ഗായ്സ്, അവസാനമായിട്ട് എല്ലാരും
ഹായ്. ക്യാമറ ചേട്ടന് കുട വേണ്ടല്ലോ? വേണ്ടല്ലോ? വേണ്ടോ? ഡയറക്ടറിന് വേണ്ടെന്ന് പറഞ്ഞു. ആണോ? ഞാൻ ഡയറക്ടറിന്റെ അസിസ്റ്റന്റാ. എല്ലാം ഓക്കെ അല്ലേ? പിന്നെ ഓ ഗായ്സ് ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആക്കിട്ടോ. എന്താ പറഞ്ഞത് നിങ്ങള്? 100 രൂപ പിന്നെ പുള്ളിക്ക് ഒരു എന്നെ മാത്രം ബാക്കി എല്ലാരും ഫോക്കസ് ഔട്ട് ആക്കാനാ. ഞാനും ചേട്ടന് രാവിലെ ഒരു കളിയാക്കി നടത്തിയതാ. വലിയ ക്ഷീണത്തിലായിരുന്നു. പരിപാടി നടക്കട്ടോ. ഫോൺ കിട്ടുമോ? ജിംകയ്ക്ക് മൈക്ക് കുത്തു കേട്ടോ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം കയറ്റി കുത്തുന്നുണ്ട്. ചേട്ടാ ചേട്ടനെ ട്രേഡ് സീക്രട്ട് ഒന്ന് കാണിച്ചു. അയ്യോ നൈസ് നമ്പർ കേട്ടോ. ക്യാരക്ടർ ബേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അനാവശ്യമായ ടോക്കിംഗ് ഇല്ല, അനാവശ്യമായിട്ട് ഒരു ഇതുമില്ല. നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ വിഷയം അലിഞ്ഞുമായിട്ടുള്ള സംസാരമാണ്. കറക്റ്റ് അല്ല ഞാൻ എപ്പോഴും പറയാം. പറയാ എന്തോ അങ്ങനെ എന്തോ പറയോ. ചേട്ടാ മോഹൻ ചേട്ടാ ആണോ? അനാവശ്യമായിട്ട് മിണ്ടുന്നുണ്ടോ? ഇല്ല. പക്ഷെ ചേട്ടന്റെ കാര്യങ്ങളെല്ലാം ചേട്ടാ കറക്റ്റ് ആയിട്ട് പക്കായിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് സ്മാർട്ട്. അതിനാണ് സ്മാർട്ട് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഹാർഡ് വർക്കർ എന്ന് പറഞ്ഞ് വേറെ. ഫൈനലി റോഡിലോട്ടുള്ള സീനും കാര്യങ്ങളാണ്. ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റൂല. കാര്യം എന്താണെന്ന് വെച്ചാൽ മൈക്കിൽ കയറും. എബിന് വന്ന റൂട്ടിൽ കയറി സന്തോഷമായി. ഇന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നെ റൂട്ടിൽ ഇറക്കി കഴിഞ്ഞിട്ട് വമ്പം കളിയൊക്കെ കൊന്നു. ഏതാ ഫ്രെയിം? അപ്പോൾ ആ ചേച്ചി അവിടെ തന്നെ നിൽക്കുവാണ്. അതുപോലെ കുറച്ച് അടുത്തടുത്ത് വരുന്നുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ട്? അല്ലേ? ചേട്ടനാണ് നമ്മുടെ ഗുണ്ട അല്ലേ? പ്രായമായ ഗുണ്ട. ഭയങ്കര വെയിലാണ്. എബിൻ ചേട്ടൻ ഒട്ടും വയ്യാന്നാ പറയുന്നത്. ഇത് നമ്മുടെ കൂടെ അടുത്ത കൊണ്ടാണ്. നമ്മുടെ കൂടെ അടുത്ത കൊണ്ടത്. ആ ചേട്ടൻ നമ്മൾ ഇന്നലെ തൊട്ട് പരിചയപ്പെട്ടല്ലേ? കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് നല്ല കോമഡി കേട്ടോ. ചെയ്യാൻ എന്ത് പാടാന്നറിയാം. ഇത് പുതപ്പ് തുടച്ചോ. പുതപ്പ് തുടച്ചോ. ഓക്കെ ആയില്ലേ? ഹായ് മാറാല്ലേ? കേട്ട് മടുത്ത്. ചേട്ടാ റോഡ് നോക്കാം. പണി പാളി. നിന്റെ കറക്റ്റാ കേട്ടോ. കറക്റ്റാ. ഓ ഗായ്സ് രണ്ടാമത്തെ മൂന്നാമത്തെ ഇപ്പൊ എത്ര ടേക്ക് കേട്ടോ? പയ്യ പറയുള്ളൂ. ഇത്ര ടേക്ക്? നാലാമത്തെ ടേക്കല്ലേ? പഞ്ചായത്ത് ശരിയാവും. പാവം നമ്മൾ വരുത്തേക്കുന്ന സങ്കടം. ഓ ഗായ്സ് ഇത് തകർപ്പനായി കേട്ടോ. ഇതെല്ലാരും ജീവിക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ട് ഫോണിൽ നീ കാഴ്ച വെച്ചെന്ന് പറഞ്ഞേ? ചെരുപ്പ് ഇവിടെ ഉണ്ട്. സെബിന്റെ പോയെന്ന് വെച്ചാൽ ചെരുപ്പ് പോയി, ഫോണ് പോയി, എന്റെ നെഞ്ചും പോയി. പ്രതീക്ഷയുടെ തള്ളു ശരിക്കും കിട്ടിയായിരുന്നു കേട്ടോ. ആണോ? ആരോഗ്യത്തോടെ ചെയ്യുള്ളൂ. നെഞ്ഞ് പോയി. നെഞ്ഞത്ത് 5 പാട്. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ ചോദിക്കും ഇത് വേറെ വല്ല കേസാണോ എന്ന്. ആകെ പെട്ടു കേട്ടോ. നോക്കട്ടെ നോക്കി അവ കൈ വെച്ച് ഒറ്റ മറുത്ത്. എന്റെ പെണ്ണേ അല്ല എന്റെ പൊന്നേ തെറ്റിപ്പോയി. സോറി. വേറെ കാര്യമുണ്ട്. നീ ചേച്ചി മനുഷ്യ നിങ്ങളുടെ പോയാലും മറുപടി കൊടുക്കും. സ്ഥലത്തേക്കാണ് ഓരോ പാടുകള്. ഇതെന്താന്ന് വീട്ടിൽ ചെല്ലുമ്പോ പെണ്ണ് ചോദിച്ചു മറുപടി പറയില്ലാണ്ടാവ്. ഇത് എബിന്റെ കയ്യാന്ന് പ്രത്യേകം. ഷൂട്ടിംഗ് എടുത്തിട്ടില്ല? നീ എടുത്തിട്ടുണ്ട്. പ്രശ്നം ഞാൻ പ്രദേശിന്റെ അകത്ത് അന്ന് 2 പേര് കയറിപ്പോ ഞാൻ ചേച്ചിനെ വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ തന്നെ വിളിച്ചു ചേച്ചി. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓട്ടോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പഠിക്കും കേട്ടോ. നേരെ പ്രവേശനാണോ? ചേട്ടൻ ഓട്ടോയുടെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ.
ഫസ്റ്റ് താഴോട്ട് റിവേഴ്സിബിൾ ആയിട്ട് മാത്രം ഫൈനലി ആയിട്ട് ഇവന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുക. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എടുത്തൊക്കെ പയ്യെ എടുത്താൽ മതി കേട്ടോ. സ്ലോ പോയാൽ മതി കേട്ടോ. ഇനി ആൾക്കാർ കംപ്ലീറ്റ് മാറ്റി ഒരു ട്രെയിനൂടെ പോയിട്ട് ഓ ഗൈസ് ഇനി ആ കാര്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്ത് മാറി കൊടുക്കാം കേട്ടോ. ഗൈസ് ആ ഷോട്ട് ശരിയായില്ല. ഫൈനലാണ് നമുക്ക് അതിലല്ലല്ലോ ഇത് ചിലപ്പോൾ ഫൈനലാവും. ഇതാണ് ഫൈനൽ ആവുക എന്തായാലും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഫുൾ ആൾക്കാരാണല്ലോ ഫൈനലെല്ലാം ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ട്രയൽ നോക്കിയതാണ്. ഇത് പക്കാ ഭൂമിന്ന് സാരം ഒന്നും കൂടി ഇനി അഭിനയിച്ചോ. ഒന്നല്ലോ പറയും. ഓ ഗൈസ് നമ്മുടെ ആ ഷോട്ട് കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ഏറ്റവും കൂടുതൽ പാട് പിടിച്ചൊരു ഷോട്ടായിരുന്നു കേട്ടോ. എബിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നു കേട്ടോ. എബിനെ എന്തായി ഷോട്ട് ഓക്കെ ആയോ? പാളിന്ന് തോന്നേ ഓക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഓ ഗൈസ് ഞങ്ങൾ ഓരോ ഷോട്ട് കഴിയും നേരെ ഇതിന്റെ അകത്ത് കയറി ചർച്ച. എങ്ങനെയുണ്ട് ഇതന്നെ ഇപ്പൊ ലാപ്പിലോട്ട് എടുത്തിരുന്ന സീനുകൾ പ്രതീക്ഷ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആ കൂടി വെച്ചിട്ടുള്ള നേരത്തെ കാണിച്ചു വീണ്ടും കൂടി എവിടെയുണ്ട് ഷർട്ട് വെച്ചത്? നിങ്ങൾ ഷർട്ട് വെച്ചേ അറിഞ്ഞോ? നിങ്ങൾ ഊര് മനുഷ്യ അങ്ങോട്ട് ഇതാ ഒന്ന്. എന്റെ പൊന്നേവിനെ എന്നെ കാണിച്ചു വെച്ചേക്കണേ. ഇതാ 1 2 അപ്പുറം ഉണ്ടോ? എന്തിനാ വീടുണ്ടല്ലോ. എന്നാലും കുഴപ്പമില്ല. സാധനം എല്ലാവരും നന്നായി പറഞ്ഞ മനസ്സിന് സന്തോഷടാ. കലക്കിട്ടുണ്ടെന്ന് പറയണത് അല്ലേ? ഞാനവിടെ ഇല്ലായിരുന്നു കേട്ടോ. എടുത്ത ഫുട്ടേജ് സൂപ്പർ ആയിരുന്നു. നീ ചേട്ടനെ പിടിക്കുന്നേ അല്ല എടുത്ത ഫുട്ടേജ് നല്ല. അയ്യോ ചേട്ടാ നാളെ ഇല്ലല്ലേ കള്ളൻ വരില്ല ചേട്ടൻ. നാളെ ഒരു അപ്പം വേറെ മൈക്കും കൊണ്ട് ആരും പുള്ളി കാട്ടിലായിരിക്കും. അപ്പൊ ഉണ്ടല്ലോ നാളെ ചേട്ടൻ ആരും വിടുക ആണോ? 20 മിനിറ്റ് നിങ്ങളെ ബ്ലോഗിൽ ചേർത്തിട്ട് പൈസ കുറച്ച് കമ്പിയുടെ പേര് പറയണ്ട, നമ്പർ കൊടുക്കണോ അല്ലേ? പരീക്ഷയുടെ സൂപ്പർ ആയിട്ട് അഭിനയിച്ചു. ഇറ്റ് ഈസ് വെരി സോ ഗുഡ്. ചേട്ടനൊന്നും വന്നിട്ടില്ല. ചേട്ടൻ്റെ ഒക്കെ ഇനി വരാൻ തുടങ്ങി. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ ഇത് കഴിഞ്ഞാൽ കാക്കനാട് പോകും. ഇനി ഫുഡ് കഴിക്കാൻ ടൈം ആട്ടോ. ഫുഡ് കഴിക്കാൻ സമയം ഞാൻ പോവാണ്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഉണ്ടാവില്ല. നാളെ വരുമോ? നാളെ വരാം. ഓക്കെ നാളെ വണ്ടിയും കൊണ്ട് ഇങ്ങോ. അത് നമുക്ക് ആദ്യം പൊളിക്കാം. ഞങ്ങൾ അടുത്ത എപ്പിസോഡാണ്. ഇത് സെനൈസറിന്റെ ഒരു കിട്ടില്ല സാധനം കേട്ടോ. ഇത് സൂമ്. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന് ഇത് ആൻഡ്രോയിഡാ? ഡിസ്പ്ലേ ഒന്നുള്ളൂ. ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ എന്റെ ഡിജൈഡ് ഇതൊക്കെ ഇതിന് കണക്ട് ആവും. മൈക്കൊക്കെ ചേട്ടന് മൈക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റുമോ? ഞങ്ങളെല്ലാം ഭക്ഷണം കഴിഞ്ഞു. ഇനിയിപ്പോ കാക്കനാടിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഫോണും പിന്നെ ഗോപ്രോയും എല്ലാം കൊണ്ടുപോകണം. ഫോണ്, ഗോപ്രോ, മെയിൻ ക്യാമറ, ത്രോ നേരെ ഈ വർക്ക്ഷോപ്പിൽ ഒരു പണിയും കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നു കേട്ടോ. നമ്മൾ കാരണം അത് ഇവരാരും എടുത്തോളൂ. ഫിക്ർ എടുക്കുമായിരിക്കും. ഫിക്ർ ആരും എടുക്കും. ഞങ്ങളെല്ലാം ലൊക്കേഷൻ മാറുവാണ്. ഇക്കാൻ്റെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അധികം വിഷമമുള്ളത് ഇക്കാൻ്റെ ഫോൺ. പക്ഷേ ഫോൺ ഇവിടെ ഉണ്ട്, പുറത്ത് പോയിട്ടില്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക എന്റെ മൊബൈൽ ഇട്ടാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്തെങ്കിലും ഒരു വ്ളോഗ് കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. അയ്യോ കരല്ലേ. എന്താ വെച്ചാല് ഇത് മേടിച്ചാലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ റോണിസിനെ ഫോൺ വിളിച്ചു. റോണിസിനെ ഫോൺ വിളിച്ചിട്ടില്ല. അവൻ എടുക്കുവാണ്. അവന് മെയിൽ ഐ ഡി വെച്ചിട്ട് മറ്റേ IUMD നമ്പറൊക്കെ ഫോൺ അടിച്ചവിടെ സഫാരി എടുക്കുന്നതാടാ. ശിവനെന്റെ കൈ കിട്ടും. ആൻഡ്രോയിഡ് ഫോൺ ഉള്ളിൽ കുത്തിക്കും. ഉള്ളിൽ ഓഫീസ് റൂമില് നമ്മുടെ സഫാരി ഈ ഓട്ടോയും. അറേ എന്തിനാ സെറ്റ് ആൾക്കാർ ഈ ഫോർച്യൂണിൽ പോവാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഞങ്ങളുടെ ടാറ്റ സഫാരി. ഞങ്ങൾക്ക് വേറെ വർത്താനമില്ല. ഇങ്ങനെ തന്നെ മതി. വായോ 2 സാധനങ്ങൾ എടുത്തോ. പിന്നെ എന്നാ പ്രശ്നം? നേരെ വെക്ക് ബാറ്ററി. അഖിലേ ഇങ്ങ് വന്നേ. എടാ ഈ ബാറ്ററി എടുത്ത് നമ്മുടെ വണ്ടിയിൽ എവിടെയെങ്കിലും എടുത്ത് വെക്കടാ. പിന്നെ അഖിലേ നമ്മളെ ട്രാവലറില്ലേ കൂട്ടാ, അതിവിടെ വെക്കണ്ട കേട്ടോ. ഉള്ളി കയറ്റിക്കേ. നോക്കൂ ചേട്ടൻ്റെ മറ്റേ മൈക്കും സംഭവങ്ങൾ കയറ്റുവാണ്. ഇത് നമുക്ക് 3 പേർക്ക് ഇതിന് പോവാം. സാധനം ഇത്ര ഉള്ളതുകൊണ്ട്. പിന്നെ ഡ്രോൺ സാധനം കേട്ടെ. അയ്യോ
പിന്നെ ചേട്ടാ നാശ് ചേട്ടാ വാ ഡ്രോൺ നിങ്ങൾ ഇതിനാണ് പോകുന്നത് പോകുമ്പം ഈ ഫോർച്യൂണർ ആ ഇന്നോവ ഞങ്ങളുടെ സഫാരി പിന്നെ ഇക്കൊരു വണ്ടിയും കൂടി എടുക്കുന്ന പറഞ്ഞു ഞങ്ങൾ എന്റെ മുത്ത് ഇതാട്ടോ എന്നെ തെറി ഒരാള് ഈ പരിപാടിയിൽ അല്ലേ പോകുമ്പോ നിങ്ങക്ക് ബാറ്റ പാറ്റ പല്ലി നോക്കൂ ഞങ്ങൾ അങ്ങനെ അടുത്ത ഷൂട്ടിങ്ങിന് വേണ്ടി അടുത്ത സ്ഥലത്ത് പോകണം ലൊക്കേഷൻ ഫുള്ള് മാറി. എന്റെ ബാക്കി ടോക്കി വന്നിട്ടുണ്ട് മൂന്നാം പിടിച്ചോട്ടോ എന്തിനും പറഞ്ഞിട്ടുണ്ടോ ഞെക്കിയിട്ട് എന്തിനും പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ എവിടെയാണെന്നുള്ളതൊക്കെ ഇപ്പൊ അറിയാം കേട്ടോ. ഐ ആം റെഡി. യു റെഡി? അത് നമ്മൾ മൊത്തം എത്ര വണ്ടിയാ പോകുന്നത്? 1 2 3 4 വണ്ടി. വണ്ടി അപ്പൊ 4 വണ്ടി കൊണ്ട് നമ്മള് പോകുന്നത്. എന്റെ ഒരു ഇതിൽ നിന്ന് പറയാണ് ഈ സംഭവം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ചേട്ടനൊക്കെ കുറേ ഷൂട്ടിൽ പങ്കെടുത്താണ്. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദൈവാനുഗ്രഹം കേട്ടോ. എനിക്കൊരു തോന്നുന്നു അങ്ങനെയാണ്. ഇത് അവസാനം അല്ല ചേട്ടാ, അവസാനം തീരാന്ന് പറയുന്ന ഒരു വലിയ ദൈവാനുഗ്രഹം പോലെ എനിക്ക് തോന്നുന്നത്. അന്നത്തെ കാര്യം ഡയറക്ടറിന്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെ നമ്മള് ഔട്ട് കാര്യം നമ്മൾ അല്ലാതെ ചെയ്തിട്ടുണ്ട് അവർക്കത് തൃപ്തിപ്പെടൂല. നമ്മുടെ മനസ്സിലുള്ള സാധനം എന്താണ് തന്നെ കൊടുക്കണം. അല്ല നമ്മള് നമ്മുടെ ഒരു എന്തായാലും ഔട്ട് വരുമ്പോ അറിയാം കേട്ടോ. ഞങ്ങളുടെ പിന്നെ കഴിവിന്റെ 90% നമുക്ക് കഴിവ് 100ആണ്. അതിൽ ഞങ്ങള് 95 മാറ്റി വെച്ചിട്ട് 5 എടുത്തിട്ടുള്ളൂ. ഞാൻ 2% എടുത്തിട്ടുള്ളൂ എന്റെ കഴിവിന്റെ. അല്ലേ? ഓ കഴിവില്ലാത്തെന്ന് പറഞ്ഞ് തെറിയും കേട്ടു അല്ലടാ. എന്താ പറയുന്നത്? സഫാരിയുടെ ബാക്കില് വേറെ KSRTC. നമ്മുടെ വണ്ടികളാട്ടോ. ഇന്നോവ 1 2 ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ ഒരു ഓട്ടോ ഉണ്ട്. പിന്നെ പുള്ളിക്കാരന്റെ വണ്ടി വേണം വിട്ടോലും പോയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇനിയുള്ളത് ചേസ്. വണ്ടിയുടെ ചേസ് ആയിരുന്നു. നാളത്തെയാണ് ഇച്ചിരി പാടുപെട്ട. ഇന്ന് ചേസും കാര്യങ്ങളൊക്കെ. ഇന്നത് പാടുപെട്ട പരിപാടികളില്ല. ഷോട്ട് നാളെയാണ് അടി മൊത്തം വരുന്നത്. ഇഷ്ടം പോലെ കൊള്ളാം. അത് മനസ്സിലായി. എനിക്ക് മുമ്പത്തെ മാർഗനിർദ്ദേശം കിട്ടാനാ. നീ ബ്ലോക്കിലാണോ? ശരി 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 ശരി. വണ്ടി തിരിഞ്ഞ് എന്നോ ബ്ലോക്കാണ്. നമ്മളും KSRTC കാരൻ അങ്ങ് ഒപ്പിച്ചു പോലെ ഇതല്ലേ. ഷൂട്ട് എനിക്ക് തോന്നുന്നത് തന്നെയാണ് നാളെ തീരാൻ ചാൻസ്. നാളെ ഫൈറ്റാണ്. നാളെ ഫൈറ്റ് മറ്റേ പുള്ളിക്കാരന്റെ കറങ്ങിച്ചാട്ടോ ഇതും പിന്നെ എന്റെ ഒരു ഉമ്മ പിന്നെ എല്ലാം കൂടി ആകുമ്പോഴത്തേനും വളരെ ഇതാവും. ഇപ്പം തന്നെ എന്റെ ഒരു ഊഹത്തില് 2-3 മണിക്കൂർ ഷൂട്ട് ആയോ? പിന്നെ 3 ചേട്ടാ ഫൂട്ടേജ് 3 മണിക്കൂർ ഫുട്ടേജ് ആയി. കട്ട് ചെയ്ത് വരുമ്പം 10 മിനിറ്റ് താഴെ അത്ര ഉണ്ടാവുള്ളൂ. ആ പിന്നെ 10 മിനിറ്റ് ഒക്കെ താഴെ ഉണ്ടാവുള്ളൂ. ഇപ്പഴത്തെയാണ് ഉള്ളു കട്ട് ചെയ്യേണ്ടത്. ട്രിം ചെയ്യണ്ടത്. വണ്ടികളെല്ലാം കിട്ടി. ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവെക്കവനെ നമ്മളെ പ്രൊഡ്യൂസർമാരാ. എന്റെ ഫ്രണ്ടിലെ വെക്കണ്ടേ? ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്ക്. കൂട്ടിപ്പോയില്ലേ? അല്ലല്ല ഇപ്പൊ ഉണ്ടോ? HMG എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ പേര് കേട്ടിരുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡായിരുന്നു കേട്ടോ. അപ്പൊ അത് കാലമാറട്ടെ. എന്റെ പൊന്നു കൂട്ടുകാർ, ഞാൻ HMD-നെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. അപ്പം എന്നിട്ട് അതിനെ കുറിച്ച് HMD ഇന്ത്യ അല്ലേ? ഇന്ത്യൻ കമ്പനിയാണ് HMD എന്ന് പറഞ്ഞാല്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാധനം. അതായത് പണ്ട് കാലത്ത് ആൾക്കാരെ സമയം പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ഒരു സാധനമായിരുന്നു HMD വാച്ച്. ചേട്ടാ ഇപ്പഴും കിട്ടും കേട്ടോ. വലിയ വിലയൊന്നുമില്ല കേട്ടോ. വാച്ച് പ്രൊഡക്ഷൻ ഉണ്ടെന്ന് തോന്നണേ അറിയില്ലേ. ഇക്കടെ ഫോണ് പോട്ടിക്ക് ഭയങ്കര വിഷമാണ്. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മൊബൈൽ പോയതുകൊണ്ട്. ഞാനോ എന്റെ മനസ്സ് പറയുന്നത് പോയിട്ടുണ്ട് നമുക്ക് തോന്നും. അല്ല പോയിട്ടുണ്ടല്ലോ. അല്ലല്ല ഒരു മൊബൈലിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് തോന്നും. എനിക്കും തോന്നുന്നു പോയിട്ടില്ല. അതെവിടെ മറന്നു വെച്ചത്. ബസ്സിന്റെ ഏതെങ്കിലും ഗ്യാപ്പില് ഉണ്ടാവും. ഇല്ലെങ്കിലും ഓഫീസിന്റെ അകത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ കടയിൽ എവിടെയെങ്കിലും ഉണ്ട്. ഞാൻ ഇവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടും. പക്ഷെ നമുക്ക് കടയിലില്ലല്ലോ. ഇതെന്താ നിങ്ങളായിരുന്നു ആൾ? ഹലോ ചേട്ടാ, വാക്കി ടോക്കി മറ്റേ സഫാരിയുടെ ഡ്രൈവർ സീറ്റിന്റെ മേലിലുണ്ട്. അതിലെടുക്കാവോ?
സഫാരിയുടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ താഴെയാണ് ഇരിക്കുന്നത്. മേലത്തെ സാധനത്തിന്റെ മേളില് ഈ കാശിനിട്ട്, അതായത് മറ്റേ ഇത് പറങ്ങണ്ടി ഇയാള് മറ്റേ പുള്ളി ചിരിച്ച് ഒരു വഴിയേ നല്ല ആളോടെ പറഞ്ഞ അറിയില്ല. പുളിസിയും പിടിക്കാനാണോ? ചേട്ടന്റെ കുളിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആത്മാർത്ഥ. നീ നേരത്തെ പറഞ്ഞു ഈ ചേട്ടനാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞോ. അതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ലിവിന്റെ സീൻ വന്ന് ലിവിൻ പോവാട്ടോ. ഇക്കടെ വണ്ടി എടുത്തൊന്ന് ഓടി ബ്രോ. ഞാൻ ഓടിക്കണോ? ഡിക്കിയിൽ ഉള്ളി എടുക്കാനാ. ഓക്കെ ചേട്ടാ, അതിലും നല്ല അത്ര മൂവ്മെന്റ്. ഓക്കെ നീ എടുത്തോടാ. എനിക്ക് അത്ര ഓടിക്കാൻ അറിയത്തില്ല. അല്ല തമാശല്ല, നീ അങ്ങനെ ഒരാളെ ബേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആര് മേടിച്ചെന്നില്ല ഫിക്രുവിന്റെ 15 ഇക്കായ്ക്ക് വരും. അതല്ലേ ഞാൻ പറഞ്ഞേ, എനിക്ക് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞേ. ചേട്ടാ ഇതുണ്ടല്ലോ ചേട്ടാ, എന്നാലും നിങ്ങളെ മറക്കുകയല്ലോ കേട്ടോ. തൊട്ട് ഫ്രണ്ട് നേരത്തെ പറഞ്ഞ ആളുണ്ടായിരുന്നല്ലോ. നാളെ കസിന്റെ ഇരുന്നുണ്ട്, നാളെ കൂടെ ഷൂട്ടുണ്ട്. നമ്മൾ ഒറ്റ ദിവസം എന്ന് പറഞ്ഞല്ലേ ഈ പരിപാടി തുടങ്ങിയല്ലേ ചേട്ടാ? 3 4 ഇതിനു ശേഷം നിങ്ങൾ മെഡിക്കൽ ടെസ്റ്റിലായിരിക്കും. കാലുവേദന, കൈവേദന, എന്നെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ തടവാൻ. ഇവര് പ്ലാൻ ചെയ്യാം കേട്ടോ, എന്തൊക്കെയോ സംഭവങ്ങൾ. ചേട്ടാ എന്നാ കേട്ടോ സംഭവം വരാൻ പോകുന്നല്ലോ അറിയാവോ? സാംസങ്ങിന്റെ ലെവലിട്ട് എന്തെങ്കിലും പറയട്ടെ ലെവലില്. അയ്യോ ഓക്കെ, വണ്ടിയുടെ ഫ്രണ്ട് ഗുണ്ടകളൊക്കെ ആ വണ്ടിയിലാട്ടോ. മെയിൻ ഗുണ്ടയുടെ മുഖമൊക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലേ, വർക്കൗട്ട് കേട്ടോ അല്ലേ. ഇവിടെ കൈയും കഴുത്തൊക്കെ നോക്കി. ഇവിടെ കുറെ ഗുണ്ടകളുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ടാ. ഇതിന്ന് തീർന്നു കഴിഞ്ഞാൽ നാളെ അടുത്ത ഷൂട്ട്, പിന്നെ പാക്കപ്പ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ പോകും. ചേട്ടനോ ഒന്ന് തുടച്ചോട്ടെ ചേട്ടാ, ചേട്ടൻ്റെ തുണി വെച്ച് ക്ലാസ് കൊടുക്കും കേട്ടോ. പോയിക്കാം, മൈക്കെത്തി കേട്ടോ, മൈക്കെത്തി. നിങ്ങള് കാമുകൻ വൈലന്റോ? മൈലൻ നിങ്ങൾ മൈലൻ അങ്ങനത്തെ ഉള്ള സാധനം മൈലെന്നുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഉള്ള സാധനം ചെയ്തു. എടാ മോനെ, ഇതിന് നിനക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ട് പറഞ്ഞു. നമുക്ക് പ്ലാൻ ചെയ്തു ഇപ്പോൾ ഈ ഷോട്ടിൽ പോകുന്നതിന് മുന്നേ. ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ ചേട്ടാ, നിങ്ങളും ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇരിക്കുക കേട്ടോ. നമ്മളെവിടെയായി? എന്ന് വെച്ചാ സോറി, ഞാൻ വിചാരിച്ച എന്താ പറ്റിയെന്ന്. എന്നെ പിടിച്ചു എന്നത് കിറ്റ്കാറ്റ് ആണോ? ഞാൻ ചോക്ലേറ്റ് കഴിക്കാല. ചോക്ലേറ്റ് മധുരം കേട്ടോ, അതുകൊണ്ടാ ഞാൻ കഴിക്കാറില്ല. ഗുണ്ടകളും അങ്ങനെയൊക്കെ എന്തോ ഒരു സെറ്റപ്പ് ആട്ടോ. നമ്മുടെ ക്യാമറമാൻ, വാക്കി ടോക്കി, അതിൻ്റെ ഉള്ളിൽ വാക്കി ടോക്കി, ഗുണ്ടകൾ. ഓക്കെ അല്ലേ? പെതിയെ പോണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാ പറഞ്ഞേ? പറയായിരിക്കും, പെതിയായിരിക്കും അല്ലേ? ഇതാണ് സ്ഥലം കേട്ടോ, ലൊക്കേഷൻ സ്ഥലം. വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഹൈവേ പൂർത്തിയാകാത്ത എനിക്ക് തോന്നുന്നു ഫണ്ട് ഇല്ലാത്തോണ്ടായിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എയർപോർട്ട്, സീപോർട്ട്, എയർപോർട്ട് ഹൈവേ ആണിത്. ആണോ? നമുക്ക് കാക്കനാടിന് എളുപ്പത്തിൽ എയർപോർട്ടിലേക്ക് എത്താൻ പറ്റിയ റോഡാണിത്. ഓക്കെ ഓക്കെ, നമുക്ക് മാറിക്കാം. എണ്ണ കിട്ടി കേട്ടോ. ഫുട്ബോൾ കളിക്കാം, വാ. വലിച്ചടിക്കല്ലേ, നാറും പെതിയെ. ഭാഗ്യം. അയ്യോ, നീ ഹാൻഡിലാണ് കാണിച്ചേ. അപ്പൊ നമുക്ക് കളിക്കാം. ഞങ്ങൾ ഈ ഒഴിവ് വേളകൾ സന്തോഷകരമാക്കാൻ വേണ്ടി ഞങ്ങൾ കളിക്കും കേട്ടോ. ഹായ്. അടിച്ചു കളയല്ലേ?
പട്ടിഷോ ആയിട്ട് അവിടെ കിടന്നു. Come on. Off. മെടുക്കൻ. ഞങ്ങളുടെ സീൻ കഴിഞ്ഞ കേട്ടോ. ദൈവമേ അടിപൊളിയല്ലായിരുന്നോ? ഇവരെല്ലാം ശരിക്കും തന്നെ ഇടിച്ചു കേട്ടോ. ലിബിൻ അടിപൊളിയായിട്ട് ചെയ്തു. ലിബിൻ ഞങ്ങൾ ആദ്യം ടെൻഷൻ അടിച്ച് അല്ലാണ്ടായിരുന്നു ഫസ്റ്റ് ഷോട്ട് നമ്മൾ അവിടെ ചെയ്തപ്പോ ഔട്ട്ഡോർ. പക്ഷെ ഇവിടെ ലിബിൻ ഒരു രക്ഷ പക്കയായിരുന്നു. ശരിക്കും നിങ്ങൾ എന്നെ തല്ലിയത് സീരിയസ്ലി തല്ലിയതല്ല. നമ്മള് ആ ഒരു ഇതിൽ സീനിൽ നിന്നപ്പോ നമ്മൾ അതിനകത്തായി പോയി. അങ്ങ് നജീബ് പറഞ്ഞോ ഞാൻ കേൾക്കാം. നിങ്ങൾ പറയുന്നത് കേൾക്കാം. മനസ്സിലായില്ലേ സിറ്റുവേഷൻ? എന്നെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ അവിടെ ഇട്ട് ഇടിച്ചിക്ക. ചാടിക്ക. ചേട്ടൻ അപ്പുറം, ചേട്ടനായിരുന്നു അപ്പുറം. ആ ഇക്ക അപ്പുറമായിരുന്നു, ചേച്ചി ഇപ്പുറമായിരുന്നു. ഓക്കെ അല്ലേ അവനെ? അത് ഏത് പിന്നെ അങ്ങനെയുണ്ടോ? ഇന്ന സൈഡിൽ ഇന്ന ആളെന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. കത്ത വണ്ടി എടുത്തോട്ടെ. ഫ്രെയിം പിടിക്കുക. ഓ ഗൈസ് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ കേട്ടോ. ക്യാമറമാനും എല്ലാം കൂടെ തിരിച്ചു വരുന്നുണ്ട്. എന്നാ പരിപാടി? നിനക്ക് തല്ല് കിട്ടിയിട്ടുണ്ടോ? ഇവരൊക്കെ ഒറിജിനലായിട്ടാ കേട്ടോ തല്ലുന്നേ. തിരിച്ചു അതുപോലെ ചെയ്യണം കേട്ടോ ഗൈസ്. ഇതിന് കോമൺ ആയിട്ട് ഒരു മൈക്ക് വെക്കുന്നുള്ളൂ കേട്ടോ. എല്ലാവർക്കും കൂടെ ഉള്ള ഒരു മൈക്ക്. അതിൻ്റെ അകത്ത് നിന്നെല്ലാം നമുക്കും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? ഒരു മൈക്ക് അല്ല, നമുക്ക് 2 മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് സീറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് സീറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നല്ലേ? നമുക്ക് 2 പേർക്ക്, നിങ്ങൾക്ക് 2 പേർക്ക് അല്ലേ? അതേപോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഗൈസ് ഇതാണ് നമ്മുടെ ഓൾ ഇൻ ഓൾ അല്ലേ? അതെ. ഈ മനുഷ്യൻ ഒരു രക്ഷയില്ലാത്തൊരു മനുഷ്യൻ കേട്ടോ. ചേട്ടനെ പൊക്കി അങ്ങ് മേളിൽ വരെ അടിക്കും കേട്ടോ. അവസാനം കാലം വലിച്ചിട്ടൊക്കെ. ഇതാണ് ആർട്ട് ഡയറക്ടർ എന്ന് വെച്ചാൽ. ഇതാണ് ആർട്ട് ഡയറക്ടർ കണ്ടോ. ഇതുപോലും വെറുതെ വിടുന്നില്ലല്ലോ. നിങ്ങളൊരു കലാകാരൻ തന്നെ കേട്ടോ മനുഷ്യ. എബിനെ ഇവിടെ നിന്ന് സീൻ എടുക്കുന്നത്? ഓ ഗൈസ് ക്യാമറമാന് നിൽക്കാൻ വേണ്ടി 2 ചേട്ടന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കണം. പിന്നെ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയണമെന്ന് തോന്നുന്നത്. നിങ്ങളുടെ ഭംഗിയെ കുറിച്ച് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം കൂടി പറയണോ? വേണ്ട, നല്ല ഭംഗിയാട്ടോ. മറന്നു പോയതാണോ അല്ലെ നിങ്ങളെ കേട്ടായിരുന്നാണോ? പ്ലീസ്. അപ്പൊ ഒരു ഓട്ടോ ട്രെയിനല്ല. ഓ ഗായ്സ് ആ ഓട്ടോ തിരിച്ചു വരും കേട്ടോ. നല്ല സ്പീഡിലൊക്കെയാണല്ലോ വരുന്നത്. എവിനാണോ ഓടിക്കുന്നത്? ഡൗട്ട് ഉണ്ട് അല്ലേ? അല്ലേ മനസ്സിലാവുന്നില്ല. ഇന്നലത്തെ 21 ടേക്കിന്റെ കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് 3 സീനായിട്ടുള്ളൂ. 3 4 ഞാൻ ആണോ? നിന്റെ ആള് എന്നെ പൊക്കി പറഞ്ഞു 150 രൂപ. ഇത് അടുത്ത ലൊക്കേഷനാണ്. ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം സൗണ്ട് പോയിട്ടോ. ലാസ്റ്റ് ഷോട്ടാ തോന്നല്ലേ ഇന്നത്തെ? ഇനി നാളെ കൂടെ ഉണ്ട്. ഈ ഒരു ഷോട്ടോടുകൂടി ഇന്നത്തെ ദിവസത്തെ പാക്കപ്പാണ് അറിയത്തില്ല കേട്ടോ. നമ്മളെല്ലാം വെയിറ്റ് ചെയ്യട്ടോ ഇതിനു വേണ്ടി. അതെ, യു നോ നോട്ടി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സെൽഫി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ പിന്നെ. ഞാൻ അഭിനയിക്കാൻ പോയത് എനിക്ക് തുണിയില്ലാതായി കേട്ടോ. എൻ്റെ അഭിനയം കൊള്ളില്ലാതായി ഗൈസ്. ഞാൻ അഭിനയിക്കാൻ പോയത് എനിക്ക് തുണിയില്ല കേട്ടോ. അഭിനയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് കേട്ടോ. നമ്മൾ ഈ ഷൂട്ട് ചെയ്തതിന് തൊട്ട് ഇവിടെ കാണുന്നത് ഇത് വണ്ടർല കേട്ടോ. ഓ ഇവിടെയാണോ വണ്ടർല? ഫൈനലി പരിപാടി കഴിഞ്ഞു. തുടക്കട്ടെ കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇന്ന് നാളെയും കൂടി ഉണ്ട് ഷൂട്ട്. ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോവാണ് അല്ലല്ലേ പിന്നെ? ആരുമില്ല കേട്ടോ, എല്ലാവരും പോയി. ഇനി ഞങ്ങളും കൂടെ ഉള്ളൂ. ഞങ്ങളാണല്ലോ പ്രൊഡ്യൂസർ. പറഞ്ഞ കാര്യമില്ല, പ്രൊഡ്യൂസറാണ് ഏറ്റവും കുഴപ്പമില്ല ചേട്ടാ. തന്നെ സെറ്റിലാക്കിയത് തന്നെ മിണ്ടിപ്പോയിരുന്നു കേട്ടോ. എവിടെ ചേട്ടാ കേറ്.
മുന്നിലേക്ക് ആക്കിയിട്ട് ചേട്ടൻ ഇവിടെയൊക്കെ ഇരുത്തുന്ന പൈസ കുറച്ച് മേടിക്കാനാ. പുതുക്കാൻ ഡ്രോൺ നോക്കണേ. പൈസ ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോട്ടോ. നേരത്തെ കണ്ണും കാണുന്നില്ല. നമ്മൾ ഏത് വണ്ടിക്ക് പോകുന്ന? ടാറ്റ സഫാരി. കമാൺ ഗോ. എന്താ മച്ചി